സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇന്ന് ഞാൻ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും 1 മുതൽ 15 വരെ നമ്പർ ഇട്ട് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുമ്പോഴും അതിൻ്റെ ആൻസർ എന്താണ് വരിക എന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം 15 ക്വസ്റ്റ്യനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെ ആൻസേഴ്സ് പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. ഇലക്ട്രോണുകൾ ഭ്രമണം ചെയ്യുമ്പോൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ പുറത്തുവിട്ട് ഊർജം ക്രമമായി കുറഞ്ഞു വന്ന് ന്യൂക്ലിയസിൽ പതിക്കുന്നു. ഇത് ഏത് ആറ്റം മാതൃകയുടെ പരിമിതിയാണ്? ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ പുറത്തുവിട്ട് ഊർജം ക്രമമായിട്ട് കുറഞ്ഞു വന്ന് ന്യൂക്ലിയസിൽ പതിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏതോ ഒരു ആറ്റം മാതൃകയുടെ പരിമിതിയാണ്. അത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പ്ലം പുഡിംഗ് മോഡൽ, സൗരയൂഥ മാതൃക, ബോർ മാതൃക, ഇതൊന്നുമല്ല എന്ന് കാണുന്നുണ്ട്. ഇതിലേതാണ് ശരി ഉത്തരം എന്ന് പറയാം. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം. ഇലക്ട്രോണിന്റെ അതേ മാസും വിപരീത ചാർജുമുള്ള കണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോണിന്റെ അതേ മാസും വിപരീത ചാർജുമുള്ള കണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓക്കെ, എല്ലാവരും ആൻസർ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. 2 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവനയല്ല, 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ആറ്റത്തിന്റെ രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത് ബാഹ്യതമ ഇലക്ട്രോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്കെ, ഒരു ആറ്റത്തിന്റെ രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത് ബാഹ്യതമ ഇലക്ട്രോണുകളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ഏത് കണം എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും എഴുതി, ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം പ്രവചിച്ചത് ആരാണ്? ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം പ്രവചിച്ചത് ആരാണ്? ഓക്കെ, ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം പ്രവചിച്ചത്. ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻസർ മാർക്ക് ചെയ്തല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക. അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക ഏതാണ്? അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക എഴുതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. 2 പ്രസ്താവനകളാണ് 6ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. 2 പ്രസ്താവനകൾ. ആറ്റത്തിൽ ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. ഓക്കെ, ആറ്റത്തിൽ ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. 2ാമത്തെ പ്രസ്താവന. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഏണസ്റ്റ് റുദർഫോർഡ്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നുള്ള രീതിക്കാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ശരി തെറ്റൊക്കെ എന്താന്നുള്ളത് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ആറ്റത്തിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം. ആറ്റത്തിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഊർജം ഏറ്റവും കൂടിയ ഷെൽ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഊർജം ഏറ്റവും കൂടിയ ഷെല്ല് ഏതാണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. മാർക്ക് ചെയ്തല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KLMN എന്നീ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം യഥാക്രമം കണ്ടെത്തുക. ഇലക്ട്രോണുകളുടെ എണ്ണമാണ് KLMN എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. യഥാക്രമം ഏതിലാണ് ആൻസർ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ്. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, നെക്സ്റ്റ്. തന്നിരിക്കുന്നതിൽ ഏകാറ്റോമിക മൂലകത്തിന് ഉദാഹരണം. തന്നിരിക്കുന്നതിൽ ഏകാറ്റോമിക മൂലകത്തിന് ഉദാഹരണം. ഓക്കെ, നെക്സ്റ്റ്.
തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ തന്മാത്രകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം എന്നിവ യഥാക്രമം കണ്ടെത്തുക. അതായത് ഇവിടെ ഒരു തന്മാത്ര തന്നിരിക്കുന്നുണ്ടോ, ഇവിടെ ഒരു സംയുക്തം തന്നിരിക്കുന്നുണ്ടോ, 5 NH3 തന്നിരിക്കുന്നില്ലേ. ഇതിലുള്ള തന്മാത്രകളുടെ എണ്ണം എത്രയാണ്, ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത് യഥാക്രമം കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആറ്റങ്ങളുടെ എണ്ണം എന്നിവ യഥാക്രമം കണ്ടെത്തുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 14. സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ 11 മാസ് നമ്പർ 23 എന്നാൽ ഇതിലുള്ള ഒന്നാമത്തേത് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 2 ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 3 ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കും എന്ന് കണ്ടെത്തുക. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തുക. ഓക്കെ, 1, 2, 3 കൃത്യമായിട്ടുള്ള ഓർഡറിൽ കണ്ടെത്തുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 15. ശരിയായവ ഏത്? ശരിയായവ ഏത്? 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. 2 അല്ല 3 ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് എൻ്റർ അടിക്കാൻ വിട്ടുപോയതാണ്. ഒരെണ്ണം താഴേക്കാണ് വരുന്നത്, 3 ഓക്കെ. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തേത് ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തേത് ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൂളം എന്നാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ. പ്ലസ് 1.6 × 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നു. അതാണ് മൂന്നാമത്തെ പ്രസ്താവന. ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഏതാണ് ശരി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾ 1 മുതൽ 15 വരെ നമ്പർ ഇട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് 1 മുതൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമല്ലോ. പിന്നെന്താ, ലാസ്റ്റ് നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യവും കൂടി ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ, തുടങ്ങാം. ഓക്കെ, നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണുകൾ ഭ്രമണം ചെയ്യുമ്പോൾ, ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ ഭ്രമണത്തിന് പകരം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഇലക്ട്രോണുകൾ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ, ഓക്കെ, പരിക്രമണം ചെയ്യുമ്പോൾ, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ പുറത്തുവിട്ട് ഊർജം ക്രമമായി കുറഞ്ഞു വന്ന് ന്യൂക്ലിയസിൽ പതിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏത് ആറ്റം മാതൃകയുടെ പരിമിതിയാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് ജസ്റ്റ് ആറ്റം മാതൃകകൾ ഒന്ന് പറയാം. ആറ്റത്തെ കണ്ടുപിടിച്ചത് ആരാ? ആറ്റത്തെ കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ് അല്ലെ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തെ കണ്ടുപിടിക്കുന്നത്. ഈ ജോൺ ഡാൾട്ടൺ ആറ്റത്തെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തെ ഇനി നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, ആറ്റമാണ് ഏറ്റവും ചെറുത് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ജോൺ ഡാൾട്ടൺ ആറ്റത്തെ കണ്ടുപിടിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇനി ഈ ആറ്റത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കിനി വിഭജിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആറ്റമോസ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്, വിഭജിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥം വരുന്ന വാക്ക് ആറ്റം എന്ന് പറയുന്ന പേര് അതിന് കൊടുത്തത് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ്. ഇനി ഇതിനകത്ത് വേറൊന്നുമില്ല, ഇതാണ് ഏറ്റവും ചെറുതെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ജെ തോംസൺ, ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു. ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയും ഈ ഇലക്ട്രോൺ ആറ്റത്തിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത് എന്നും അദ്ദേഹം എന്ത് ചെയ്തു? സമർത്ഥിച്ചു. അപ്പൊ ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു ജെ തോംസൺ? ആറ്റത്തിന്റെ ഉള്ളിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ജോൺ ഡാൾട്ടൺ പറഞ്ഞ കാര്യം തെറ്റാവുകയല്ലേ? ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ജോൺ ഡാൾട്ടൺ പറഞ്ഞത് തെറ്റാണ്. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആരുണ്ട് എന്ന് ജെ തോംസൺ പറഞ്ഞു? നമ്മുടെ ഇലക്ട്രോൺ ഉണ്ട് എന്ന് ജെ തോംസൺ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ ഈ ആറ്റം വെറും പൊള്ളയായിട്ടുള്ള ഒരു ബോൾ പോലെ ഇരിക്കുന്ന സാധനമല്ല. ആറ്റത്തിന് ഏതോ ഒരു മാതൃകയുണ്ട്. ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ജെ തോംസൺ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു രൂപം ആറ്റത്തിന് കൊടുത്തു. അതാണ് ആദ്യത്തെ ആറ്റം മാതൃക. അപ്പൊ ആദ്യത്തെ ആറ്റം മാതൃക ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ജെ തോംസന്റേതാണ് ആദ്യത്തെ ആറ്റം മാതൃക. ഈ മാതൃക അറിയപ്പെടുന്ന പേരാണ് പ്ലം പുഡിംഗ് മാതൃക. എന്താണ് അറിയപ്പെടുന്നത്? പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മാതൃക എന്നറിയപ്പെടുന്നു. തണ്ണിമത്തൻ മാതൃക എന്നും ഈ ഒരു മോഡൽ അറിയപ്പെടുന്നുണ്ട്. തണ്ണിമത്തൻ മാതൃക എന്നും ഈ ഒരു മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താ സംഭവം? നിങ്ങളൊരു തണ്ണിമത്തൻ, നിങ്ങൾ വത്തക്ക എന്ന് പറയൂലേ, നമ്മുടെ വാട്ടർ മെലൺ, അതാണ് സാധനം അല്ലെ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നമ്മൾ കഴിക്കുന്ന ആ ചുവന്ന നിറമുള്ള ഭാഗം ഉണ്ടല്ലേ, നമ്മൾ കഴിക്കുന്ന ചുവന്ന നിറമുള്ള ഭാഗം നമ്മുടെ ആ ഒരു തണ്ണിമത്തനുണ്ട്. ചുവന്ന നിറത്തിലുള്ള ഭാഗമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭാഗം.
ഓക്കെ, ഇതില് അവിടെയായിട്ട് കറുത്ത നിറത്തിൽ നമുക്ക് കുരുക്കൾ കാണാൻ പറ്റില്ലേ? അവിടെയായിട്ട് നമുക്ക് കറുത്ത നിറത്തിൽ എന്ത് കാണാൻ പറ്റും? ഇതിന്റെ സീഡ്സ് കാണാൻ പറ്റും അല്ലെ? അവിടെയായിട്ട് ഇങ്ങനെ സീഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് ആറ്റം ഇരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഇതേ ഒരു മോഡലിലാണ് ആറ്റം ഇരിക്കുന്നത്. അതായത് ആറ്റത്തിൽ ഭൂരിഭാഗവും പോസിറ്റീവ് ചാർജ്. നമ്മൾ ഈ കഴിക്കുന്ന തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ആ ചുവന്ന ഭാഗമില്ലേ, ആ ചുവന്ന ഭാഗം മുഴുവനും പോസിറ്റീവ് ചാർജ് ആണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഈ കുരുക്കൾ ഇങ്ങനെ അടുക്കി അവിടെയായിട്ട് വെച്ചേക്കില്ലേ, അത് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളാണ്. അതായത് ഈ ബാക്കി കാണുന്ന ഈ ചുവന്ന നിറത്തിൽ കാണുന്ന സാധനം കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജും അതിനിടയിൽ അവിടെയായിട്ട് ഈ കുരുക്കൾ പോലെ കാണുന്ന ഈ ഭാഗം നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളുമാണ്. അതായത് ഇതൊരു ആറ്റം ആണെങ്കിൽ അതിൽ ഭൂരിഭാഗവും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ അവിടെയായിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക. പ്ലം പുഡിംഗ് എന്നുള്ള പേര് വരാൻ കാരണം പുഡിങ്ങിൽ എങ്ങനെയാണോ പ്ലം ഇരിക്കുന്നത്, നിങ്ങൾ ക്രിസ്മസിനൊക്കെ നമ്മൾ വാങ്ങുന്ന നമ്മുടെ ബ്രൗൺ കളറിലുള്ള പ്ലം കേക്ക് ആലോചിച്ച് നോക്കൂ. ആ പ്ലം കേക്കിൽ കഴിക്കുന്ന ഭാഗം മുഴുവനും പോസിറ്റീവും അതിനകത്ത് ഈ നട്ട്സ് റേസിൻസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുമാണ് എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജെ തോംസൺ പറഞ്ഞത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്തിനെ കണ്ടുപിടിച്ചു? ന്യൂക്ലിയസിനെ കണ്ടുപിടിക്കുന്നു. അതായത് ആറ്റത്തിന്റെ നടുവിൽ കാണുന്ന ന്യൂക്ലിയസ് ഇല്ലേ, നിങ്ങൾക്ക് ആറ്റം അറിയായിരിക്കും. നമുക്കിപ്പോൾ ആറ്റത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാകും. ഇത് ആറ്റമാണെങ്കിൽ ഈ ആറ്റത്തിന്റെ നടുവിൽ എന്ത് കാണും? പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് കാണും. പോസിറ്റീവ് ചാർജുള്ള എന്ത് കാണും? ന്യൂക്ലിയസ് കാണും. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത്? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്. ഇനി ന്യൂക്ലിയസിന്റെ ചുറ്റിനും എന്താ ഉള്ളത്? ന്യൂക്ലിയസിന്റെ ചുറ്റിനും ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിൽ ആര് കറങ്ങിക്കൊണ്ടിരിക്കും? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓക്കെ, അപ്പൊ റുദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. എന്നിട്ട് റുദർഫോർഡ് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോട്ടോണിനെയും കണ്ടുപിടിച്ചു. എന്തിനേയും കണ്ടുപിടിച്ചു? പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിനെയും റുദർഫോർഡ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അദ്ദേഹം പറഞ്ഞു നമ്മുടെ റുദർഫോർഡ് ആറ്റത്തിന് അപ്പൊ നേരത്തെ നമ്മുടെ ജെ തോംസന്റെ മാതൃകയിലാണെങ്കിൽ ആകെ ഇലക്ട്രോണിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് അല്ലെ? പിന്നീട് പ്രോട്ടോൺ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ പ്രോട്ടോണും നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക ഓക്കെ അല്ല, അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുകയും റുദർഫോർഡ് മറ്റൊരു ആറ്റം മാതൃക കൊണ്ടുവരികയും ചെയ്തു. റുദർഫോർഡ് കൊണ്ടുവന്ന ആറ്റം മാതൃകയാണ് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ സോളാർ സിസ്റ്റം മോഡൽ. സൗരയൂഥ മാതൃക അല്ലെങ്കിൽ എന്ത് മോഡലാണ്? സോളാർ സിസ്റ്റം മോഡലാണ്. ഓക്കെ, സോളാർ സിസ്റ്റം മോഡൽ. അതെന്താ പറയുന്നത്? നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരാണ്? നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം സൂര്യനാണ് അല്ലെ? സണ്ണാണ് കേന്ദ്രം. ഈ സണ്ണിനെ ചുറ്റി ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സണ്ണിനെ ചുറ്റി, സൂര്യനെ ചുറ്റി നമ്മുടെ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെ നമ്മുടെ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്നും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് പോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ചുറ്റി ആര് കറങ്ങുന്നു എന്നും പറഞ്ഞു? ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്നും ആര് പറഞ്ഞു? നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ വൈദ്യുതകാന്തിക സിദ്ധാന്തം പ്രകാരം, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ചാർജുള്ള ഒരു കണം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ചാർജുള്ള ഒരു കണം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പതിയെ ആ കണത്തിന്റെ ഊർജം കുറഞ്ഞു വരേണ്ട ആവശ്യമുണ്ട്. ഇതൊരു തിയറിയാണ്. ഓക്കെ, എന്താണ് തിയറി? ചാർജുള്ള ഒരു കണം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ അതിന്റെ ഊർജം എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറഞ്ഞു വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നടുവിലിരിപ്പുണ്ട്. ഓക്കെ, റുദർഫോർഡ് പറഞ്ഞത് പ്രകാരം ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഏത് പാതയിൽ സഞ്ചരിക്കുന്നു എന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. വെറുതെ ന്യൂക്ലിയസിന്റെ ചുറ്റിനും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രമാണ് ആർക്ക് പറയാൻ പറ്റിയത്? റുദർഫോർഡിന് പറയാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിനെ ചുറ്റി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള ആളല്ലേ, ചാർജുള്ള കണമാണല്ലോ. അപ്പൊ ഈ ചാർജുള്ള കണം ഇങ്ങനെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് പതിയെ ഇതിന്റെ ഊർജം കുറഞ്ഞു വരുന്നു. അപ്പൊ ആദ്യം കറങ്ങി അതേപോലെ അതിന് കറങ്ങാൻ പറ്റുന്നില്ല. ഊർജം ഇങ്ങനെ കുറഞ്ഞു വരികയും ലാസ്റ്റ് ഇത് ഈ ഒരു ന്യൂക്ലിയസിലേക്ക് വന്ന് വീണ് ആ ആറ്റം നശിച്ചു പോവുകയും വേണം. അദ്ദേഹം പറഞ്ഞ തിയറി പ്രകാരം ഇങ്ങനൊരു സംഭവം ഉണ്ട്.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇലക്ട്രോൺ ചാർജ് ഉള്ളൊരു കണമാണ്. ആ ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്ന സമയത്ത് അതിന്റെ ഊർജ്ജം നഷ്ടപ്പെടണം എന്നാണ് നമ്മുടെ തിയറി പറയുന്നത്, അല്ലെ? അപ്പൊ ഊർജ്ജം നഷ്ടപ്പെട്ട് വരുമ്പോൾ ഊർജ്ജം കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് അതിനിങ്ങനെ കറങ്ങാൻ പറ്റുന്നില്ല. അതിങ്ങനെ ക്ഷീണിച്ച് ഊർജ്ജം കുറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ നടുവിലുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള ആ ഒരു ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുകയും ആ ആറ്റം നശിച്ചു പോവുകയും വേണം തിയറി പ്രകാരം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആ ഇലക്ട്രോൺ വന്ന് വീണ് നമ്മുടെ ആറ്റം നശിച്ചു പോകുന്നുണ്ടോ? ആറ്റം നശിച്ചു പോകുന്നില്ല. അപ്പോ ഈ റുദർഫോർഡിന് ആറ്റത്തിന്റെ സ്ഥിരതയെ പറ്റി പറയാൻ പറ്റിയില്ല. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട്. റുദർഫോർഡിന് ആറ്റത്തിന്റെ സ്ഥിരതയെ പറ്റി സംസാരിക്കാൻ പറ്റിയില്ല. ആറ്റം നശിച്ചു പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം വരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ റുദർഫോർഡിന് എന്തിനെ പറ്റി പറയാൻ പറ്റിയില്ല? ആറ്റത്തിന്റെ സ്ഥിരതയെ കുറിച്ച്, സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റിയില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരൂ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ പുറത്തുവിട്ട് ഊർജ്ജം ക്രമമായി കുറഞ്ഞു വന്ന് ന്യൂക്ലിയസിൽ പതിക്കുന്നു. ഇത് ഏത് ആറ്റം മാതൃകയുടെ പരിമിതിയാണ്? അപ്പോൾ സൗരയൂഥ മാതൃകയുടെ പരിമിതിയാണ്. റുദർഫോർഡാണ് ഈ ഒരു മാതൃക കൊണ്ടുവന്നത്. റുദർഫോർഡാണ് ഈ ഒരു മാതൃക എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ശരി, അപ്പൊ ഈ ഒരു പരിമിതിയെ മറികടന്നത് ഏത് ആറ്റം മാതൃകയാണ്? ബോർ മാതൃകയാണ്. ഈ ഒരു പരിമിതി മറികടന്നത് ബോർ മാതൃകയാണ്. നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു മാതൃക കൊണ്ടുവരുന്നത്. നീൽസ് ബോർ. ഓക്കെ, നീൽസ് ബോർ എന്താ പറഞ്ഞേ? നീൽസ് ബോർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഓക്കെയാണ്. ഇലക്ട്രോണുകൾ തോന്നിയതുപോലെ അല്ല ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള പാത്തുകളിലൂടെയാണ്, നല്ല വ്യക്തമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള പാതകളിലൂടെയാണ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. അല്ലാതെ തോന്നിയ പോലെ കറങ്ങുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള പാതകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ഈ ഫിക്സഡ് ആയിട്ടുള്ള പാതയിൽ കൂടെ കറങ്ങുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? എപ്പോഴൊക്കെ ഇലക്ട്രോൺ ഒരു പാതയിൽ കൂടെ കറങ്ങുന്നോ അപ്പോഴൊന്നും തന്നെ ഇലക്ട്രോണിന്റെ ഊർജത്തിന് കുറവ് വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റം മാതൃകയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് അതിന്റെ ഊർജം കുറഞ്ഞു വരുന്നതുകൊണ്ട് അത് ന്യൂക്ലിയസിലേക്ക് വന്ന് പതിച്ച് നശിച്ചു പോകണമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. എത്ര കാലം ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ കൂടെ, ആ ഒരു ഫിക്സഡ് പാതയിൽ കൂടെ, ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്ന പാതയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നാണ്. അപ്പൊ എത്ര കാലം ഒരു ഇലക്ട്രോൺ ഒരു ഫിക്സഡ് ഷെല്ലിൽ കൂടെ അല്ലെങ്കിൽ ഫിക്സഡ് ഓർബിറ്റിൽ കൂടെ കറങ്ങുന്നോ അത്രയും കാലം അതിന്റെ ഊർജത്തിൽ മാറ്റം വരുന്നില്ല, അത്രയും കാലം അതിന്റെ ഊർജത്തിന് കുറവ് വരുന്നില്ല. അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ബോർ മാതൃക പറഞ്ഞത്. ഈ ബോർ മാതൃകയാണ് അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക. അപ്പൊ ആദ്യത്തെ ആറ്റം മാതൃക ചോദിച്ചാൽ അത് പ്ലം പുഡിംഗ് മാതൃകയാണ്. പക്ഷെ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക എന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് നമ്മുടെ ബോർ മാതൃകയാണ്. നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ബോർ മാതൃകയാണ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ആൻസർ എന്താണ്? സൗരയൂഥ മാതൃക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോണിന്റെ അതേ മാസും വിപരീത ചാർജുമുള്ള കണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോണിന്റെ അതേ മാസ്, ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെടാ? 9.1 × 10⁻³ kg ആണ് ഇലക്ട്രോണിന്റെ മാസ്. ഈ ഇലക്ട്രോണിന്റെ ഈ മാസും ഈ സെയിം മാസും ഓപ്പോസിറ്റ് ചാർജും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്, അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇതേ മാസും പോസിറ്റീവ് ചാർജും ഉള്ള കണം. അപ്പൊ ചിലർക്കെങ്കിലും സംശയം വരും, അത് പ്രോട്ടോൺ അല്ലേ എന്ന് തോന്നും. പോസിറ്റീവ് ചാർജുള്ള ആള് പ്രോട്ടോൺ ആണെന്ന് നമുക്കറിയാം. പക്ഷെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസ് സെയിം ആണോ? അല്ല. പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ മാസ് സെയിം അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ്. ഇനി ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9.1 × 10⁻⁻31 kg ആണ് ഇലക്ട്രോണിന്റെ മാസ്. ഇവിടെ നമ്മൾ പറയുന്നു ഇലക്ട്രോണിന്റെ അതേ മാസ് പക്ഷെ പോസിറ്റീവ് ചാർജ്. അങ്ങനെയുള്ള കണത്തിന്റെ പേരാണ് പോസിട്രോൺ. പോസിറ്റീവ് ഇലക്ട്രോൺ എന്നറിയപ്പെടുന്ന ആളാണ് പോസിട്രോൺ. ഇലക്ട്രോണിന്റെ സെയിം മാസ് പക്ഷെ ഓപ്പോസിറ്റ് ചാർജ്. പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന്റെ മാസും ഉള്ള ആളാണ് പോസിട്രോൺ. ആ പോസിട്രോണിനെ കണ്ടുപിടിച്ചത് കോൾ ആൻഡേഴ്സൺ ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? കോൾ ആൻഡേഴ്സൺ ആണ് എന്തിനെ കണ്ടുപിടിച്ചത്? പോസിട്രോണിനെ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നോക്കിക്കോളൂ, ആറ്റത്തിന്റെ രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത് ബാഹ്യതമ ഇലക്ട്രോണുകളാണ്. കറക്റ്റ്. ബാഹ്യതമ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലുകൾ കാണില്ലേ? അതിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലാണ് ബാഹ്യതമ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല്. ഏറ്റവും പുറത്തുള്ള ഷെല്ലിന് പറയുന്ന പേരാണ് ബാഹ്യതമ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല്. ഓക്കെ, ആ ഏറ്റവും പുറത്ത് കാണുന്ന ആ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ ബാഹ്യതമ ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, വാലൻസ് ഇലക്ട്രോണും വാലൻസി എന്ന് പറയുന്ന വാക്കും സെയിം അല്ല, അത് രണ്ടും രണ്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും പുറത്ത് കാണുന്ന ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ, ആ ഇലക്ട്രോണുകൾക്ക് പറയുന്ന പേര് വാലൻസ് ഇലക്ട്രോണുകൾ എന്നാണ്. വാലൻസ് ഇലക്ട്രോണുകൾ, ഓക്കെ, അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണുകൾ. ആ ബാഹ്യതമ ഇലക്ട്രോണുകളാണ് ഒരു ആറ്റത്തിന്റെ രാസഗുണങ്ങളെ തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ഇനി ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ID കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്നറിയോ? അത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ്, ID കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. കാരണം ഇപ്പോൾ ഒരു ആറ്റത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ എന്ത് വെച്ചിട്ടാണ്? ഇപ്പൊ നമ്മൾ അറ്റൻഡൻസ് വിളിക്കും, സ്കൂളിൽ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ കുട്ടിയുടെ റോൾ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ കുട്ടീനെ മനസ്സിലാക്കുന്നു. ഇതേപോലെ ഒരു ആറ്റത്തെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്പറാണ് ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ അല്ലെങ്കിൽ അറ്റോമിക സംഖ്യ. ഓക്കെ, അറ്റോമിക സംഖ്യ. ഈ അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിൽ 11 പ്രോട്ടോണുകളും 11 ഇലക്ട്രോണുകളും ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ 11 എന്ന് പറയുന്ന ആ ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ അറ്റോമിക് നമ്പർ 11 വരുന്നത് സോഡിയത്തിനാണ്. അപ്പൊ നമ്മൾ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഐഡന്റിറ്റി കാർഡാണ്. സോഡിയത്തിന്റെ ഐഡന്റിറ്റി കാർഡാണ് നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന സാധനം. അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മനസ്സിലാക്കണം അത് സോഡിയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോണിനെ മാത്രം ID കാർഡ് എന്ന് വിളിക്കുന്നത്? നമുക്ക് ഇലക്ട്രോണിനെ വേണമെങ്കിൽ അങ്ങനെ വിളിച്ചുകൂടെ? അങ്ങനെ ഒരു സംശയം വരും അല്ലെ? അങ്ങനെ ഒരു സംശയം വരും. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോൺ ഇല്ലേ, ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ എണ്ണം ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ആറ്റത്തിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിക്കുക, മറ്റൊരാളുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണം. ഈ സോഡിയത്തിന് വേറെ ഏതെങ്കിലും ഒരു ആറ്റവുമായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിക്കൂ. അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഈ സോഡിയം എന്ത് ചെയ്യുന്നറിയോ? അതിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? മറ്റേയാൾക്ക് വിട്ടുകൊടുക്കും. മറ്റേയാൾക്ക് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മറ്റേയാൾക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ സോഡിയത്തിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരില്ലേ? ഇപ്പൊ സോഡിയം ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തതെന്ന് വിചാരിക്കൂ. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തതെന്ന് വിചാരിക്കുക. ഇപ്പൊ സോഡിയത്തിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 10 ആയില്ലേ? അപ്പോ നമ്മുടെ അറ്റോമിക് നമുക്ക് 10 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോഡിയത്തിന്റെ നമ്പറായിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരിക്കലും ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തിന് മാറ്റം വരുന്നില്ല. പ്രോട്ടോൺ എപ്പോഴും 11 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് വിളിക്കാം ഒരു ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഇലക്ട്രോണിന്റെ എണ്ണത്തിന് വ്യത്യാസം വരാം, പക്ഷെ പ്രോട്ടോൺ എണ്ണത്തിന് വ്യത്യാസം വരില്ല, എപ്പോഴും 11 തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോണിനെ ഒരു ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം പ്രവചിച്ചത് ആരാണ്? എന്താണ് ദ്വൈത സ്വഭാവം? ഡുവൽ നേച്ചർ. എന്താണ് ഡുവൽ നേച്ചർ അല്ലെങ്കിൽ ദ്വൈത സ്വഭാവം എന്ന് പറയുന്നത്? അതായത് ഇലക്ട്രോണിന് കണികാ സ്വഭാവം, പാർട്ടിക്കിൾ കണികയായിട്ടിരിക്കുന്ന സ്വഭാവവുമുണ്ട്. അതേപോലെ ഇലക്ട്രോണിന് തരംഗ സ്വഭാവം, വേവിന്റെ നേച്ചറും ഉണ്ട്. കണികയുടെ സ്വഭാവവും ഇലക്ട്രോണിനുണ്ട്, തരംഗത്തിന്റെ സ്വഭാവവും ആർക്കുണ്ട്? ഇലക്ട്രോണിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രോൺ ഡുവൽ നേച്ചർ ഉള്ള ആളാണ് അല്ലെങ്കിൽ ദ്വൈത സ്വഭാവമുള്ള ആളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രോണുകളുടെ ഈ ഒരു ഡുവൽ നേച്ചറിനെ പറ്റി അല്ലെങ്കിൽ ദ്വൈത സ്വഭാവത്തെ പറ്റി പ്രവചിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഡി ബ്രോഗ്ലി ആണ് ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവത്തെ പറ്റി സംസാരിച്ചത്. ഡി ബ്രോഗ്ലി ആണ്. എന്നാൽ ഈ ഒരു ദ്വൈത സ്വഭാവത്തെ പരീക്ഷണത്തിലൂടെ തെളിയിച്ച വ്യക്തികൾ ആരൊക്കെ? ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവത്തെ പറ്റി പ്രവചിച്ചത് ഡി ബ്രോഗ്ലി ആണ്, പക്ഷേ പരീക്ഷണത്തിലൂടെ അതിനെ തെളിയിച്ചത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഡേവിസൺ, ഡേവിസണും ജെർമറും. അപ്പൊ ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവത്തെ പരീക്ഷണത്തിലൂടെ തെളിയിച്ച വ്യക്തികൾ ആരൊക്കെ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ഉത്തരം ഡേവിസണും ജെർമറുമാണ്. ക്ലിയർ അല്ലേ? ഡേവിസൺ ആൻഡ് ജെർമർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5.
അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക ബോർ മാതൃകയാണ്. ബോർ മാതൃകയാണ് അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ആറ്റം മാതൃക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6 നോക്കൂ. ആറ്റത്തിൽ ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. ശരിയല്ലേ? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ടിരുന്നു അല്ലേ? വെറുതെ കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞ ആളാണ് റുദർഫോർഡ്. കറക്റ്റ് നിശ്ചിതമായിട്ടുള്ള ഓർബിറ്റുകളിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ആരാ? നമ്മൾ നീൽസ് ബോറിന്റെ ബോർ ആറ്റം മാതൃക പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഒരു ഷെല്ലിൽ, ഒരു നിശ്ചിത ഷെല്ലിൽ കറങ്ങുമ്പോൾ ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല, ഊർജ്ജം സ്ഥിരമാണ് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് റുദർഫോർഡ് ആണോ? അല്ല, അത് നീൽസ് ബോർ ആണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? നീൽസ് ബോർ ആണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞതാണ്. അതൊന്ന് കാണാത്തവർ കാണാം കേട്ടോ. ലേറ്റ് ആയിട്ട് ഈ വീഡിയോ കാണാൻ തുടങ്ങിയ ആൾക്കാർ അതൊന്ന് കണ്ടിരിക്കാം. നെക്സ്റ്റ് 7. ആറ്റത്തിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കൂ, ഇത് ന്യൂക്ലിയസ് അല്ലേ? ഈ ന്യൂക്ലിയസിന്റെ ചുറ്റിനും ഷെല്ലുകൾ ഉണ്ടല്ലോ. ഈ ഒന്നാമത്തെ ഷെല്ലിന് കെ ഷെൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നത് എൽ ഷെല്ല്. ഓക്കെ, മൂന്നാമത്തെ ഷെല്ലിന്റെ പേരെന്താണ്? മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. നാലാമത്തെ ഷെല്ല് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ ഷെല്ലാണ്. നാലാമത്തെ ഷെല്ല് എൻ ഷെല്ലാണ്. അപ്പൊ KLMN. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലിന്റെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇത് ആലോചിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ സ്റ്റാഫ് റൂം ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ സ്റ്റാഫ് റൂമിന്റെ തൊട്ടടുത്തായിരിക്കും നമ്മുടെ 10ാം ക്ലാസ് ഒക്കെ വരുന്നത്. സ്റ്റാഫ് റൂമിന്റെ അടുത്തായിരിക്കും വരുന്നത്. ഒരു 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്ന് അകലത്തിലേക്കായിരിക്കും 7ാം ക്ലാസ് ഒക്കെ ഇച്ചിരി വരിക. ഓക്കെ, ഒരു ഫ്രീ പീരീഡ് വന്നു എന്ന് വിചാരിക്കൂ. ഒരു ഫ്രീ പീരീഡ് വരുമ്പോൾ ഈ റോക്കറ്റ് പറക്കുന്നു, പെൻ ഫൈറ്റ് കളിക്കുന്നു, പാത്രം എറിയുന്നു, ഡസ്റ്റർ എറിയുന്നു, എന്തൊക്കെയോ കളികളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത് ഈ സ്റ്റാഫ് റൂമിൽ നിന്ന് അകലത്തിലുള്ള 7ാം ക്ലാസ്സിലായിരിക്കും കൂടുതലായിട്ട് നടക്കുക അല്ലേ? 10ാം ക്ലാസ്സുകാരൻ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാത്സ് ടീച്ചറോ ഫിസിക്സ് ടീച്ചറോ ഒക്കെ അവിടെ കയറി വരും. ശരിയല്ലേ? എനിക്ക് പോർഷൻ തീർക്കാന്നും പറഞ്ഞ് കയറി വരും. അപ്പൊ അവര് പതുക്കെ പമ്മിയായിരിക്കും അവിടെ ഇരിക്കുക, മിണ്ടാതിരുന്നുള്ള കളികളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ഊർജ്ജം കൂടുതൽ നമ്മുടെ ന്യൂക്ലിയസിനെ സ്റ്റാഫ് റൂമായിട്ട് കണക്ട് ചെയ്യുക. സ്റ്റാഫ് റൂമിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ പിള്ളേരുടെ ഊർജ്ജം എന്ത് ചെയ്തു? കൂടി എന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ് റൂം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഷെല്ലിന്റെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഷെല്ലിന്റെ ഊർജ്ജം കൂടുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഈ KLMN ഇതിൽ ഏത് ഷെല്ലിനായിരിക്കും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുക? എൻ ഷെല്ലിനായിരിക്കും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുന്നത്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന K ഷെല്ലിന് ഊർജ്ജം കുറവായിരിക്കും. അപ്പൊ ഊർജ്ജം ഏറ്റവും കുറവായ ഷെല്ല് ഏതാന്ന് ചോദിച്ചാൽ അത് K ഷെല്ലാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഇതൊരു പ്രീവിയസ് ചോദ്യം ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഊർജ്ജം ഏറ്റവും കൂടിയ ഷെല്ല് ഏത്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ KLMN. ഏതാണ് ഊർജ്ജം ഏറ്റവും കൂടിയ ഷെല്ല്? എൻ ഷെല്ലിനാണ് ഊർജ്ജം ഏറ്റവും കൂടുതൽ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 9. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ KLMN നമ്മൾ ഷെല്ലുകൾ കണ്ടു. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു രാസസൂത്രമാണ് 2n² എന്നുള്ളത്. 2n². ഓക്കെ, അതായത് ഇപ്പോൾ K എന്ന് പറയുന്ന ഷെല്ലിന്റെ നമ്പർ 1 ആണ്. എൽ ഷെല്ലിന്റെ നമ്പർ 2, എം ഷെല്ലിന്റെ നമ്പർ 3, എൻ ഷെല്ലിന്റെ നമ്പർ 4. ഓക്കെ, എൻ എന്ന് പറഞ്ഞ നമ്പർ, ആ ഷെല്ലിന്റെ നമ്പറാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷെല്ലിന്റെ നമ്പറാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം 2n². ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഷെല്ല് ഒന്ന് കൊടുത്തു നോക്കൂ. 2 × 1². ഈ എന്നിന് പകരമാണ് ഷെല്ലിന്റെ നമ്പറായ നമ്മൾ 1 കൊടുക്കേണ്ടത്. 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ 2 × 1 2. അടുത്ത് രണ്ടാമത്തെ ഷെല്ല് 2 × എന്നിന് പകരം എത്ര കൊടുക്കണം? രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ എന്നിന് പകരം നമ്മൾ 2ന്റെ സ്ക്വയർ കൊടുക്കുക. 2ന്റെ സ്ക്വയർ 4 അല്ലേ? അപ്പൊ 2 × 4 8. ഇനി എം ഷെല്ലിൽ എങ്ങനെ കണ്ടുപിടിക്കും? മൂന്നാമത്തെ ഷെല്ലാണ് അല്ലേ? 2n² 2 നമ്മൾ കൊടുത്തു. എൻ എത്രയാണ്? എം എന്ന് പറയുന്ന ഷെല്ലിന്റെ നമ്പർ 3 ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ 9 ആണ്. 2 × 9 18.
അപ്പൊ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 8, എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 18, എൻ ഷെല്ലിലാണെങ്കിലോ 2n² കൊടുത്തു നോക്കൂ, 2 × 4², 4ന്റെ സ്ക്വയർ 16, 2 × 16 32 ഇലക്ട്രോൺ ആയിരിക്കും എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി 2n² വേണം നമ്മൾ ചെയ്യാൻ. 2n². ക്ലിയർ ആണല്ലോ. അടുത്ത 10. KLMN എന്നീ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, 2, 8, 18, 32. ഇവിടെ ഇല്ലേ, നമുക്ക് അറിയാമെങ്കിൽ പോലും ഈ 16 എന്ന് എഴുതാനൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. നമുക്ക് തെറ്റുന്നതാണ്, ഒരുപാട് പേര് നെഗറ്റീവ് ആക്കിയിട്ടുള്ള കാര്യമാണ്. 16 എന്ന് എഴുതാൻ വേണ്ടി തോന്നും. അപ്പൊ അങ്ങനെ തോന്നുന്നതാണ്, നിങ്ങൾ കൃത്യമായിട്ട് അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ എം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ് അല്ലെ, മൂന്നാമത്തെ ഷെൽ. അപ്പൊ 2n² എഴുതുമ്പോൾ 2 × 3², 3² 9 ആണെന്ന് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. 9 × 2 18 വരുന്നത്. 16 എന്ന് എഴുതാനൊരു ടെൻഡൻസി പലരിലും നമ്മൾ കാണുന്നതാണ്, പരീക്ഷയ്ക്ക് നെഗറ്റീവ് ആക്കാറുണ്ട് അറിയാമെങ്കിൽ പോലും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2, 8, 18, 32 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുറത്തുള്ള ഷെല്ലാണ് ബാഹ്യതമ ഷെല്ല്. അതായത് ഇപ്പൊ ഏതൊരു ആറ്റത്തിന്റെയും ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ വരികയാണെങ്കിൽ അത് സ്ഥിരതയുള്ള ഒരവസ്ഥയായിരിക്കും, സ്ഥിരത കൂടിയ ഒരു രൂപമായിരിക്കും. ഏതൊരു ആറ്റത്തിന്റെയും ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി നല്ല സ്ഥിരതയുള്ള ഒരു കാര്യമായിരിക്കും, വളരെയധികം സ്ഥിരതയുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ അഷ്ടക വിന്യാസം എന്നാണ് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ആ ഒരു അറേഞ്ച്മെന്റിന് നമ്മൾ പറയുന്ന പേര് ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടക വിന്യാസം എന്ന് പറയും. അഷ്ടകം, അതായത് ഏതൊരു ആറ്റത്തിന്റെയും പുറത്ത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ അത് നല്ല സ്ഥിരത കൂടിയ, വളരെ സ്റ്റെബിലിറ്റി കൂടിയ ഒരു ആറ്റം ആയിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റത്തിന്റെയും പുറത്തുള്ള ഷെല്ലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? 8 ആയിരിക്കും. അത് സംശയം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് പൊട്ടാസ്യം എടുക്കാം. കെ എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യത്തിനെയാണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. 19. നമുക്ക് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ KLMN എന്ന ഷെല്ലുകളുണ്ടല്ലോ. കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും? 2 ഇലക്ട്രോണിനായിരിക്കും കെ ഷെല്ലിൽ ഇരിക്കാൻ പറ്റുന്നത്. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും? 8 ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും. ഇപ്പൊ 2, 8 എത്രയായി? 10 ആയി. ഇനി ഈ 19 ബാക്കി എത്ര എണ്ണം ഉണ്ട്? 9 ഇലക്ട്രോൺ ഉണ്ട്. എം എന്ന് പറയുന്ന ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും? 18 ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ സുഖമായിട്ട് ഈ 9 ഇലക്ട്രോൺ ഇവിടെ ഇരിക്കാൻ പറ്റുമല്ലോ എം എന്ന് പറയുന്ന ഷെല്ലിൽ. പക്ഷെ ഈ ഇങ്ങനൊരു വിന്യാസം ഇല്ല. കാരണം ഈ എം എന്ന് പറയുന്നത് ഈ പൊട്ടാസ്യത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യതമ ഷെല്ലല്ലേ. നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് KLM, ഈ എം ആണ് ഏറ്റവും പുറത്തുള്ള ഷെല്ല്. ഈ പൊട്ടാസ്യത്തെ സംബന്ധിച്ച് എം ആണ്. ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റുള്ളൂ? 8 ഇലക്ട്രോണിന് മാത്രമേ പരമാവധി ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ഈ പൊട്ടാസ്യം? അപ്പൊ എന്താ ചെയ്യുന്നത്? എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. പൊട്ടാസ്യം K 19 ഇലക്ട്രോൺ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 9 ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? പരമാവധി 8 ഇലക്ട്രോൺ അല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ 8 എണ്ണം എടുത്തിട്ട് നാലാമത്തെ ഷെല്ലില് ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ നാലാമത്തെ ഷെല്ലിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് ബാഹ്യതമ ഷെല്ലിൽ എപ്പോഴും 8 വരണ്ടേ എന്ന്. അങ്ങനെയല്ല, ബാഹ്യതമ ഷെല്ലിൽ എപ്പോഴും 8 വരണം എന്നല്ല. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5, 6, 7, 8 വരെ ആവാം. 8 കഴിഞ്ഞിട്ട് 9 എന്ന് പറയുന്ന ഒരു നമ്പർ ഏറ്റവും പുറത്തുള്ള ഷെല്ല്. അത് L ആണെങ്കിലും M ആണെങ്കിലും N ആണെങ്കിലും ഏതാണെങ്കിലും ശരി തന്നെ 8ന് ശേഷമുള്ള ഒരു നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ വരാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമൊക്കെ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഈ കാര്യങ്ങൾ ക്ലിയർ ആകും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിക്കുക. ഏതൊരു ആറ്റത്തിന്റെയും പുറത്തുള്ള ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഇതിപ്പോ 9ാം ക്ലാസ്സിലുള്ള ആ ഒരു നമ്മുടെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് ലെവലിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് പഠിത്തം നടത്തുന്ന സമയത്ത് സബ്ഷെല്ലുകളെ കുറിച്ച് നിങ്ങൾ അവിടെ കൂടുതലായിട്ട് പഠിക്കും. ആ സബ്ഷെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ കുറച്ചുകൂടി
നന്നായിട്ടുള്ളൊരു വിശദീകരണത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് മനസ്സിലാക്കുക, ബാഹ്യതമ ഷെല്ലാണെങ്കിൽ, ഏറ്റവും പുറത്തുള്ള ഷെല്ലാണെങ്കിൽ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 8 ആണ്. ഇവിടെ 1 വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, 1 ആവാം 2 ആവാം എത്ര വേണമെങ്കിലും ആവാം, 8 കഴിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നേരത്തെ 9 എഴുതുമ്പോൾ 8 കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ 8 എണ്ണം അവിടെ കൊടുത്തിട്ട് ഒരെണ്ണത്തെ നെക്സ്റ്റ് ഷെല്ലിലേക്ക് കൊടുത്തു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ ഏകാറ്റോമിക മൂലകത്തിന് ഉദാഹരണം ഏതാണ്? നമ്മൾ കഴിഞ്ഞ കില്ലർ സീരീസിനകത്തൊക്കെ തന്നെ ഈ ഏകാറ്റോമികം ദ്വയാറ്റോമികം ഒക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത സീരീസിനകത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ആറ്റം മാത്രമുള്ള മൂലകങ്ങൾക്കാണ് നമ്മൾ ഏകാറ്റോമിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കില്ലർ സീരീസിന്റെ ക്ലാസ്സുകൾ കാണാത്തവരൊന്ന് കാണുക. ആറ്റം കണ്ടുപിടിക്കാനും തന്മാത്ര കണ്ടുപിടിക്കാനും ആറ്റം തന്മാത്ര എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോട് കൂടി തന്നെ നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ എൻ്റെ ക്ലാസ് ആയിരിക്കും വരിക. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കാണണം. അത് കാണുമ്പോൾ ഈ ആറ്റത്തിന്റെയും തന്മാത്രയുടെയും ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യൂട്യൂബിൽ തന്നെയുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ ഏകാറ്റോമിക മൂലകം, ഒരു ആറ്റം മാത്രമുള്ള മൂലകങ്ങൾ, അത് തന്നിരിക്കുന്നതിൽ ഏതാ എക്സാമ്പിൾ? ഹീലിയമാണ്. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ തന്മാത്രയിൽ 2 ആറ്റം ഉണ്ടാവും. 2 ഹൈഡ്രജൻ കൂടി ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രജൻ തന്മാത്ര ഉണ്ടാവുന്നത്. അതൊരു ദ്വയാറ്റോമിക തന്മാത്രയാണ്, ദ്വയാറ്റോമികമാണ്. ഓക്കെ, ദ്വയാറ്റോമികമാണ്. ഇനി ഇപ്പൊ ഫോസ്ഫറസ് ആണെങ്കിൽ P4, 4 ഫോസ്ഫറസിന്റെ ആറ്റങ്ങൾ ചേർന്നാലാണ് ഒരു ഫോസ്ഫറസ് തന്മാത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അതും ബഹു അറ്റോമികമാണ്. 2ൽ കൂടുതൽ വന്നാൽ നമ്മൾ അതിനെ ബഹു അറ്റോമികം എന്നാണ് വിളിക്കുക. പക്ഷെ ഹീലിയത്തിന്റെ കേസിൽ ഒരു ഹീലിയം ആറ്റത്തെ തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഹീലിയം തന്മാത്ര എന്ന് വിളിക്കാം. അതാണ് ഒരു ആറ്റം മാത്രമുള്ള തന്മാത്ര. അതാണ് ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഇതും പലർക്കും തെറ്റിപ്പോകുന്നതാണ്. ഏകാറ്റോമികം എന്ന് കാണുമ്പോൾ ഹൈഡ്രജൻ എഴുതാനായിട്ട് തോന്നും. എഴുതരുത്. ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഹീലിയം, ആർഗൺ അങ്ങനത്തെ ആൾക്കാർ, നിയോൺ, അവരൊക്കെ എന്താണ്? ഏകാറ്റോമിക തന്മാത്രയുടെ എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ ക്ലാസ് നേരത്തെ പറഞ്ഞ ആറ്റം തന്മാത്രയുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക. അന്നേരം എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്ത് ഇതും അവിടെ നമ്മൾ പറഞ്ഞ ഒരു മോഡലുള്ളത് തന്നെയാണ്. തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ തന്മാത്രകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം എന്നിവ യഥാക്രമം കണ്ടെത്തുക. ഇവിടെ NH3 എന്ന് പറഞ്ഞ അമോണിയയാണ്. അപ്പൊ അമോണിയയുടെ തന്മാത്രകൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ അമോണിയയുടെ തന്മാത്രകൾ എത്ര എണ്ണം ഉണ്ട്? ഈ ഏറ്റവും പുറത്ത് എഴുതിയിരിക്കുന്ന നമ്പർ ആയിരിക്കും തന്മാത്രയുടെ എണ്ണം എന്ന് പറയുന്നത്. 5 NH3 എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ എത്ര അമോണിയ ഉണ്ട് ഇവിടെ? എത്ര അമോണിയ തന്മാത്രയുണ്ട്? 5 അമോണിയ തന്മാത്രയുണ്ട്. ഇങ്ങനെ സംയുക്തങ്ങളുടെ തന്മാത്രകൾ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പുറത്ത് കിടക്കുന്ന നമ്പറിനെ ബ്രാക്കറ്റിന് പുറത്തായിട്ടൊന്ന് സങ്കല്പിച്ചാൽ മതി. ഇതാണ്ടോ 5 തന്മാത്രയുണ്ട്. തന്മാത്ര എത്രയാണെന്ന് ചോദിച്ചാൽ 5 എണ്ണമാണ് തന്മാത്ര. ഓക്കെ, ഇനി ആറ്റത്തിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ബ്രാക്കറ്റിന്റെ പുറത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞു എന്നാണ് ഓർമ്മ. ആറ്റത്തിന്റെ ബ്രാക്കറ്റിന്റെ പുറത്ത് നമ്മൾ 5 എഴുതി. നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. പ്ലസ് ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലെ? ഹൈഡ്രജൻ 3 എണ്ണം. അപ്പോൾ 3 1 4, 4 × 5 എത്ര? 20 ആറ്റങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിലായോ? ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതുന്നതായിട്ട് സങ്കല്പിക്കുക. കഴിഞ്ഞ ക്ലാസ് കാണാത്തൊരു ഉറപ്പായിട്ട് കാണണേ. ആറ്റത്തിന്റെ ആ ഒരു സംയുക്തം ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ, പുറത്ത് കിടക്കുന്ന നമ്പർ ഏതാണോ അത് ബ്രാക്കറ്റിന്റെ പുറത്തായിട്ട് എഴുതുക. എന്നിട്ട് ആ ഒരു നമ്പർ ഓഫ് ആറ്റംസിനെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 20 എന്ന് കിട്ടും. നൈട്രജൻ 1 എണ്ണം, അതുകൊണ്ടാണ് 1 എഴുതിയത്. ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. 3 1 4, 4 × 5 20. ക്ലിയർ അല്ലേ? 5 20 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 14. സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 11ഉം മാസ് നമ്പർ 23ഉമാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലെ? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. മാസ് നമ്പർ 23 ആണ്, അറ്റോമിക് നമ്പർ 11 ആണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. 12 ആണ് ന്യൂട്രോണിന്റെ എണ്ണം. ന്യൂട്രോണിന്റെ എണ്ണം 12. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങൾ. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലെ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടി കൂട്ടി കിട്ടുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങളുടെ എണ്ണം. അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടി കിട്ടുന്നതാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എടുത്താൽ അതിനകത്ത് കാണുന്നതും പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടി കിട്ടുന്ന സംഖ്യയാണ് മാസ് നമ്പർ. അത് തന്നെയായിരിക്കും അതിനകത്ത് കാണപ്പെടുന്ന ആകെ കണങ്ങൾ. ഇപ്പൊ മാസ് നമ്പർ 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ആകെ കണങ്ങളുടെ എണ്ണവും 23 തന്നെ ആയിരിക്കും. ഇനി ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കും? അറ്റോമിക് നമ്പർ 11, അതായത് ഇലക്ട്രോണിന്റെ എണ്ണം 11. അപ്പൊ എത്ര ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കും? കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. ഇപ്പൊ 10 ആയി. ഇനി എത്ര ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട് കയ്യിൽ? 1 ഇലക്ട്രോണും കൂടി കയ്യിൽ ബാക്കിയുണ്ട്. അപ്പൊ എത്ര ഷെല്ലായി ഇവിടെ? 3 ഷെല്ല്. ശരിയാണോ? അത് മനസ്സിലായോ? അറ്റോമിക് നമ്പർ 11 അല്ലെ?
അറ്റോമിക് നമ്പർ 11. അതായത് അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം 11 ആണ്. അപ്പൊ ഇലക്ട്രോൺ 11 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന് ഓരോ ഷെല്ലിലായിട്ട് കൊടുക്കണം. ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ പോവും, മാക്സിമം 2 അല്ലേ. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പോവും? 8 ഇലക്ട്രോൺ പോവും. അപ്പൊ 2 8 എത്രയായി? ഇപ്പൊ 10 ഇലക്ട്രോൺ ആയി. ഇനി സോഡിയത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 1 ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത്. അത് തൊട്ടടുത്ത ഷെല്ലിലേക്ക് പോകും. എം ഷെല്ലിൽ ബാക്കിയുള്ള 1 ഇലക്ട്രോൺ പോകും. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം 2,8,1 എന്നുള്ളതാണ്. 2,8,1 എന്നുള്ളതാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം. എത്ര ഷെല്ല് ഉണ്ട്? 3 ഷെല്ല്. ടോട്ടലി 3 ഷെല്ലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. 12 ന്യൂട്രോൺ ഉണ്ട്. ആകെ കണങ്ങൾ 23 എണ്ണം, ഷെല്ലിന്റെ എണ്ണം 3. ഓക്കെ അല്ലേ? അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായത് ഏത്? ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ശരിയല്ലേ? നമ്മൾ ഇത്ര നേരം കണ്ടതാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. അതും നമ്മൾ പറഞ്ഞു, അത് ശരിയാണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം ശരിയാണ്. പക്ഷെ അത് പോസിറ്റീവ് ചാർജ് ആണോ ഇലക്ട്രോണിനുള്ളത്? അല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. -1.6 × 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് ശരി അല്ലെ? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 2ഉമാണ് ശരി. ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പ്രോട്ടോണിന്റെ ചാർജ് ചോദിച്ചാൽ ഈ പറയുന്ന +1.6 × 10⁻⁻19 കൂളമാണ് പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ആറ്റത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു. ഇലക്ട്രോൺ വിന്യാസവും അതേപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആറ്റം തന്മാത്ര എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു ക്ലാസ് കൂടി കാണണം. ആ ക്ലാസ് കൂടി കാണുമ്പോൾ ആ ഒരു ആറ്റത്തിന്റെയും തന്മാത്രയുടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.